തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോഴും CPM-ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഇപ്പോൾ CPM-ന്റെ ആധിപത്യത്തിൽ തുടർന്നുകൊണ്ടിരുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കാലങ്ങളായിട്ട് കോൺഗ്രസ്സുകാർ സംപൂജ്യരായിട്ട് മടങ്ങും എന്നുള്ളത് ഉറപ്പാണ്. ഡൽഹിയിൽ, രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ ഏതുപോലെയാണ്, അതുപോലെ ആയിരിക്കും സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ 10 സീറ്റ് മാത്രമാണ് നിലവിലുള്ളത്. താഴെത്തട്ടിൽ സംഘടനാ സംവിധാനങ്ങളൊന്നും ശക്തിപ്പെട്ടിട്ടുള്ള ഒന്നല്ല കോൺഗ്രസ്. അവർക്ക് വേണ്ട തരത്തിൽ ഈഴവ പ്രാതിനിധ്യം പോലും കിട്ടിയിട്ടില്ല എന്ന് പരക്കെ പരാതിയും ഒക്കെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിനാണ് ഏറ്റവും കൂടുതൽ പരാതി നിൽക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അത് തലങ്ങും വിലങ്ങും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് UDF-നെ മൊത്തത്തിൽ വെട്ടിലാക്കുന്ന കാര്യവുമാണ്. എന്തിന്, ഗുരുദേവന്റെ ജന്മസ്ഥലമായിട്ടുള്ള ഇടത്തു പോലും ഈഴവ പ്രാതിനിധ്യം ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയുന്ന കാര്യം. അത് കോൺഗ്രസിന്റെ മൊത്തത്തിലെ കാര്യങ്ങൾ ഇങ്ങനെയായി തീർന്നിരിക്കുകയാണ്. കോൺഗ്രസും വലിയ പ്രതീക്ഷ കൊടുക്കുന്നില്ല. സ്ഥാനാർത്ഥി പട്ടികയൊക്കെ നേരത്തെ ഇറക്കിയെന്നേ ഉള്ളൂ. അത് സമീപകാലത്തായിട്ട് അവർക്ക് അങ്ങനെ ചില നേട്ടങ്ങളുണ്ട്. ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. വിജ്ഞാപനം വന്ന അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ഉമാ തോമസ് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മന് തന്നെ സീറ്റ് കൊടുക്കുകയും ആ പ്രഖ്യാപനവും വന്നു. പാലക്കാടും അവർക്ക് താമസമുണ്ടായില്ല. നല്ലത് തന്നെയാണ് അതൊക്കെ. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ പ്രഖ്യാപനം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളത് അധികം വൈകാതെ തന്നെ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. പിന്നെ മുരളീധരൻ ഇതിനകത്ത് കുറച്ച് നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് മുരളീധരന് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ട് വേണം വട്ടിയൂർക്കാവിൽ മത്സരിക്കണോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്താൻ പോകുന്നത്. കാരണം മുരളീധരന്റെ കൈകളിൽ ഭദ്രമായിരുന്ന ഒരു നിയോജക മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ്. അത് ഈ കോൺഗ്രസിലെ കുറെ പുങ്കവന്മാർ കൂടി ചേർന്ന് മുരളീധരനെ ഒതുക്കാൻ വേണ്ടി വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് വണ്ടി കയറ്റി വിട്ടു. എന്നിട്ട് തെക്ക് വടക്ക് മുരളീധരനെ ഇട്ട് ഓടിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് പറ്റി? വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ആണുങ്ങളുടെ കയ്യിലായിപ്പോയി. ഇത് മാത്രമല്ലല്ലോ, പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത്. മനഃപൂർവ്വം കയ്യിലിരിക്കുന്ന സീറ്റ് കൊണ്ടുപോയി തൊലയ്ക്കുക എന്നുള്ള ഒരു കാര്യമാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്. പക്ഷേ ഇനി എന്തായാലും മുരളീധരൻ ഒന്ന് നോക്കുകയാണ് വട്ടിയൂർക്കാവ് പഴയതുപോലെ പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം അവിടെ ഈ നായന്മാരുടെ വോട്ടുകളെല്ലാം ഏത് തരത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. നല്ല നായന്മാരൊക്കെ ആർക്ക് വോട്ട് ചെയ്യും അതറിയണം. കാരണം നായന്മാരുടെ ഒരു വലിയ കേന്ദ്രമാണ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അത് മൂത്ത നായന്മാർ, കൂടിയ നായന്മാരുടെ ഇടവും കൂടിയാണ്. അപ്പോൾ ഈ മത്സരം മുരളീധരൻ ഒരു സെമി ഫൈനലായിട്ട് കാണുന്നുണ്ട്. തനിക്ക് വട്ടിയൂർക്കാവിൽ നിന്നാൽ ജയിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. BJP അതുപോലെ കാണുന്നുണ്ട്. BJP നോട്ടമിട്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. CPM-നെ 3ാം സ്ഥാനത്തേക്ക് വരെ ഓടിച്ചിട്ടുള്ളതാണ്. 2016 TNC 3ാം സ്ഥാനത്തായി പോയി. വട്ടിയൂർക്കാവും അതുപോലെ തന്നെ നേമവും കഴക്കൂട്ടവുമാണ് ഇവർ പ്രധാനമായിട്ടും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഉന്നം വച്ചിരിക്കുന്നത്. അത് നേടിയെടുക്കും എന്നുള്ളത് കൊണ്ടാണ് വമ്പൻ സ്ഥാനാർത്ഥി പട്ടികയുമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരൊരു അടിയറവ് പറയുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ 5 കൊല്ലം ഒരു ഭരണപരിചയമോ വേണ്ടത്ര പക്വതയോ ഇല്ലാതെ
അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി ഭരണം നടത്തിയ മേയർ ആര്യ രാജേന്ദ്രനിലൂടെ തിരുവനന്തപുരത്ത് CPM-ന് വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നു. ഈ നഷ്ടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല സംഭവിക്കാൻ പോകുന്നത്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും. അവർക്ക് യാതൊരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത തരത്തിലാകും. കഴക്കൂട്ടം കയ്യിൽ നിന്ന് പോകും, വട്ടിയൂർക്കാവ് ഇവരുടെ കൈകളിൽ നിന്ന് പോകും. പിന്നെ തിരുവനന്തപുരം സെൻട്രൽ മാത്രമുണ്ട്, അവിടെ അല്പം ശക്തമായ മത്സരം നടക്കും. BJP പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട്. UDF-ൽ നിന്ന് CMD-യുടെ സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ CP ജോൺ മത്സരിക്കുമെന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും CPM ഇവിടെ മൊത്തത്തിൽ ഒന്ന് കീഴ്പ്പെട്ട് നിൽക്കുകയാണ്. ഒന്നാമത് തിരുവനന്തപുരം കോർപ്പറേഷനെ BJP കൊണ്ടുപോകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് ഒരു 60-65 വാർഡുകളിൽ പിന്നെ BJP മുന്നിൽ നിൽക്കുകയാണ്. 60-65 വാർഡുകളിൽ ആ മുന്നേറ്റം അത് പിന്നെ ഇവിടെ തദ്ദേശത്തിലും നിലനിർത്താമെന്ന് പാർട്ടി കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ മണ്ഡലം ഉള്ളിടത്ത് ഏതാണ്ട് മിക്ക വാർഡുകളും BJPക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് നേമം. അതൊക്കെ കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് പോലും അവർക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട്. RSSന്റെ തന്നെ പ്രത്യേക സർവേ പോലും ഉണ്ട്. അത് BJPയെ പോലും അറിയിച്ചുകൊണ്ടുള്ളതല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇവർക്ക് നേട്ടം ഉണ്ടാകുമെന്നുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനും തൃശ്ശൂർ കോർപ്പറേഷനുമാണ് BJP നോട്ടമിട്ടിരിക്കുന്നത്. നോട്ടമല്ല, ഇക്കുറി നേടിയെടുക്കും എന്നുള്ള രീതിയിലാണ്. അത് കേന്ദ്രത്തിൻ്റെ തന്നെ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക ശ്രദ്ധ പതിയുന്ന രണ്ടിടങ്ങളാണ്. ഇപ്പൊ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം നമുക്കറിയാം, BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പലവട്ടം മണ്ഡലത്തിൽ വന്നിട്ട് പോയി. സുരേഷ് ഗോപി തന്നെ നേരിട്ട് പാർട്ടി കേന്ദ്ര നേതൃത്വമാണ് ഇറക്കിയത്. അപ്പോൾ ഇതൊക്കെ CPM-നെ ഉൾവലിയാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആര്യ രാജേന്ദ്രനും CPM-ന് ഒരുപാട് പേരുദോഷം, ആര്യ രാജേന്ദ്രനിലൂടെ CPM-ന് പേരുദോഷം ഉണ്ടായിട്ടുണ്ട്. CPM-ന് പേരുദോഷം ഉണ്ടായിട്ടുള്ള പലരും ഉണ്ട്. ഇതുപോലെ കൊല്ലത്തൊരു MLA മുകേഷ്, അവിടെ കൊല്ലത്ത് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകിപ്പോയി എന്നുള്ളതാണ്. അത് ഇനിയിപ്പോൾ കൊല്ലത്ത് CPM-ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും വിജയിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അവിടെ NK പ്രേമചന്ദ്രൻ ഉണ്ടാക്കിയിരിക്കുന്ന വികസന കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതൊക്കെ പിന്നെ UDF-ന് ഒരു പ്രത്യേക മൈലേജ് തന്നെ അവിടെ കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പ്രേമചന്ദ്രനിലൂടെ. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് ഈ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ല. തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഒരു MP ഉണ്ടല്ലോ, എന്ത് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. 2009 വിജയിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കുമെന്ന് പറഞ്ഞു. അതായത് ഇരട്ട നഗരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ബാഴ്സലോണ തിരുവനന്തപുരത്തെ കണ്ടുപഠിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്നത്തെ മേയർ K ചന്ദ്രികയുമായിട്ട് അതിന്റെ പേരിൽ വലിയ കലഹമാണല്ലോ ശശി തരൂർ നടത്തിയത്. 2009-ലും 2014-ലും 2019-ലും 2024-ലും വിജയിച്ചു പോയല്ലോ. എന്ത് ചെയ്തു തിരുവനന്തപുരത്തിന് വേണ്ടി? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് അതിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു. അതിനും കഴിയാതെ ഇവർ നേരത്തെ സ്ഥാനാർത്ഥി പട്ടികയെ ഇറക്കിയത് കൊണ്ടൊന്നും ഒരു നേട്ടവും ഇവർക്കുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മേയർ ആര്യ രാജേന്ദ്രന്റെ ജനദ്രോഹപരമായിട്ടുള്ള നടപടികളും CPM-ന് വലിയ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കോർപ്പറേഷനിൽ നിന്ന് ഉൾവലിയാനുള്ള സകല സാധ്യതകളുമാണ് കാണുന്നത്. കോൺഗ്രസിന്റെയും CPM-ന്റെയും മേൽവിലാസം പോലും നഷ്ടപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.